വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ചാനലിലൂടെ ഒരുപാട് ബൊലേറോ പിക്കപ്പുകൾ നിങ്ങൾ കണ്ടു. അതിൻ്റെ വിശേഷങ്ങൾ കാര്യങ്ങളെല്ലാം നിങ്ങൾ അറിഞ്ഞു. ഇന്നും നമ്മളൊരു ബൊലേറോ പിക്കപ്പും കൊണ്ടാണ് വന്നിട്ടുള്ളത്. ഇന്നെന്ന് പറയുന്നത് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഒരു വ്യത്യസ്തനായിട്ടുള്ളൊരു പിക്കപ്പാണ്. അതായത് ഇതൊരു മാക്സ് HD സീരീസ് വരുന്ന വാഹനമാണ്. എങ്കിൽ മാക്സ് സിറ്റിയുടെ കുറേ ഗുണങ്ങളും അതിനുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഞാൻ പറയാം. ഇപ്പോൾ നമുക്ക് അതിന് മുമ്പ് എനിക്ക് 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. ഇന്ന് സ്ഥിരം പറയുന്നത് തന്നെയാണ്, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എടുത്തു പറയുന്ന വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് സബ്സ്ക്രൈബർ കൗണ്ട് വളരെ കുറവാണ്. എന്നാൽ വ്യൂവേഴ്സ് കാര്യങ്ങളൊക്കെ ഒരുപാട് കൂടുന്നുണ്ട്. അപ്പോഴും നമ്മുടെ സബ്സ്ക്രൈബർ കൗണ്ട് വളരെ കുറവായിട്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും നമ്മുടെ സബ്സ്ക്രൈബർ കൗണ്ട് കൂട്ടിയെടുക്കുക. നമുക്കൊരു 100K അടിച്ചിട്ട് നമുക്ക് ആ ഒരു പ്ലേ ബട്ടൺ കാര്യങ്ങളൊക്കെ വാങ്ങിക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഈ പറയുന്നത്. എത്രയും പെട്ടെന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊരു 100Kയിലേക്ക് എത്തിക്കുക. പിന്നീട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ ഇതിനകത്ത് കമൻറ്റ് ചെയ്യാനുള്ള റിപ്ലൈയും കാര്യങ്ങളും തരുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളതാണ് പിന്നെയും പറയുന്നത്. ഞാൻ എടുത്തെടുത്ത് പറയുന്നുണ്ട്. അത് വേറെ ഒന്നും കൊണ്ടല്ല, പലരും വീഡിയോ കാണുന്നതിനകത്ത് 90% ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ സബ്സ്ക്രൈബർ അക്കൗണ്ട് വളരെ കുറവാണ്. അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഞാൻ ഇതിനകത്ത് എക്സിക്യൂട്ടീവ് നമ്പർ കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുക. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ പുള്ളിയെ കോൺടാക്ട് ചെയ്താൽ പുള്ളി പറഞ്ഞു തരുന്നതായിരിക്കും ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം. അപ്പം ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് കൊണ്ടുവരിക്കുന്ന അതിഥി എന്ന് പറയുന്നത് വേറെ ആരുമല്ല. അതിഥി എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കരുത്. വാഹനം നമ്മുടെ ബൊലേറോ പിക്കപ്പുള്ള വ്യത്യസ്തനായിട്ടുള്ള ഒരു വാഹനം വേറെ ഒന്നുമില്ല. ഈ കാണുന്ന മഹേന്ദ്ര മാക്സ് HD 1.3 എന്ന വാഹനമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു ഒറ്റയാൻ എന്നൊക്കെ പറഞ്ഞു, അല്ലെങ്കിൽ ഒരു വ്യത്യസ്തൻ എന്നൊക്കെ ഞാൻ പറഞ്ഞത് വേറെ ഒന്നും കൊണ്ടല്ല. സാധാരണ HD സീരീസ് വരുന്ന 1.7L 210കൾക്കെല്ലാം തന്നെ 3 മാസം അല്ലെങ്കിൽ 1 വർഷം വരെ ടാക്സ് ആണ് വരുന്നത്. അതുപോലെ തന്നെ അതിനകത്തെല്ലാം GPS ആവശ്യമാണ്. ഈ ഒരു വാഹനത്തിൻ്റെ പേലോഡ് എന്ന് പറഞ്ഞാൽ 1250 കിലോയാണ്. 1.3 എന്ന് എഴുതിയിട്ടുണ്ടെങ്കിലും ഓഫീഷ്യലായിട്ട് 1250 കിലോയാണ് പേലോഡ് വരുന്നത്. അതുപോലെ GVW എന്ന് പറഞ്ഞാൽ 3950 ഇപ്പോൾ 2950 എന്ന് വെച്ചാൽ 3000 താഴെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ക്വാർട്ടർലി ടാക്സോ അല്ലെങ്കിൽ 1 ഇയർ ടാക്സോ ഒന്നും ആവശ്യമില്ല. 5 ഇയർ ടാക്സ് കിട്ടും. അതുപോലെ തന്നെ GPSൻ്റെ ആവശ്യവും വരുന്നില്ല 1.5 താഴെ പേലോഡ് ആയതുകൊണ്ട് തന്നെ. അതുകൊണ്ടാണ് ഇതിനെ ഒരു വ്യത്യസ്തനായിട്ടുള്ള വാഹനം എന്ന് പറയുന്നത്. നമുക്കിതിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തുടങ്ങാം. ഇതൊരു LX വേരിയൻറ്റിൽ വരുന്ന വാഹനമാണ്. അതുകൊണ്ട് തന്നെ ഈ സൈഡിലായിട്ട് ഒരു കോർണറിങ് ലാമ്പോ കാര്യങ്ങളൊന്നും കാണുന്നില്ല. ക്ലിയർ റൈൻസ് ആയിട്ടുള്ള ഹെഡ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. സൈഡിലായിട്ട് ഇൻഡിക്കേറ്ററും കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഇത് നമ്മുടെ ബൊലേറോ പിക്കപ്പുകളെല്ലാം തരുന്ന മെറ്റൽ ബമ്പറിലാണ്. അതുപോലെ തന്നെ ഇതിൻ്റെയും മെറ്റൽ ബമ്പർ തന്നെയാണ് വരുന്നത്. പിന്നീട് ഈ ഒരു താഴെയായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫോഗ് ലാമ്പ് ആഡ് ചെയ്യാം. സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. ഫോഗ് ലാമ്പ് കാര്യങ്ങൾ വരുന്നില്ല. ആക്സസറി സൈഡ് ആഡ് ചെയ്യണം. പിന്നീട് ഈ ഒരു ഗ്രില്ലിനകത്ത് കാണുന്ന ഈ ഒരു ഗാർണിഷ്, ഇത് VX വേരിയൻറ്റുകൾ വരുമ്പോൾ ക്രോം ഫിനിഷാണ് വരുന്നത്. ഇത് LX വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ ഒരു പെയിൻറ്റഡ് ഫിനിഷാണ് നൽകിയിട്ടുള്ളത്. ഈ ഒരു വാഹനം 2023 ലാസ്റ്റ് 2024 ജനുവരി വരെയും LX വേരിയൻറ്റിൽ മാത്രമായിരുന്നു അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ ഫെബ്രുവരിയിൽ AC വാഹനം ലോഞ്ച് ചെയ്തു. AC വാഹനം ലോഞ്ച് ചെയ്ത ടൈമിൽ ഇതിൻ്റെ ഒരു VXI വേരിയൻറ്റ് കൂടെ വന്നിട്ടുണ്ട്. അതായത് നേരത്തെ LXൽ മാത്രം ഉണ്ടായിരുന്ന വാഹനം ഇപ്പോൾ VXIയിലും അവൈലബിൾ ആണ്. അതായത് AC വന്നിട്ടുണ്ട്. അന്നേരം ഇതിനകത്ത് കുറേ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ LX വേരിയൻ്റാണ്. നമ്മൾ സൈഡിൽ നോക്കുകയാണെങ്കിൽ വെളിയിലോട്ട് ബൾജ് ചെയ്യുന്ന വീൽ ആർച്ച്, അതുപോലെ തന്നെ ടയർ 700R15 ഇതിനകത്ത് വരുന്ന ടയർ, വലിയ ടയർ. അതുകൊണ്ട് തന്നെ കൂടുതൽ ലോഡ് കയറ്റാൻ കഴിയും. പിന്നീട് തൊട്ട് ബാക്കിലോട്ട് ഒരു മാക്സ് പിക്കപ്പ് എന്നുള്ള ബാഡ്ജിങ് കാണാൻ കഴിയുന്നുണ്ട്. സൈഡിലോട്ടൊരു ഇൻഡിക്കേറ്ററിൻ്റെ ചെറിയൊരു ലൈറ്റിംഗ് കാണാൻ കഴിയുന്നുണ്ട്. പിന്നീട് മഹേന്ദ്രയുടെ ഗാംഭീര്യമൊക്കെ എടുത്ത് കാണിക്കുന്ന തരത്തിലുള്ള ഇഞ്ചസ് ഇവിടെ നൽകിയിട്ടുണ്ട്. മഹേന്ദ്ര ഇപ്പോഴും ഇതേയുള്ള ഇഞ്ചസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. മാറ്റങ്ങളും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമുക്ക് വലിയൊരു ORVM കാണാൻ കഴിയുന്നുണ്ട്. വലിയ ORVM ആയതുകൊണ്ട് തന്നെ നമുക്ക് ബാക്കിൽ നിന്നുള്ള വിസിബിലിറ്റിയും കൂടുതലാണ്. നമുക്ക് ഈ ഡോറും തുറക്കാം. ഈ ഒരു ഇഞ്ചസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഒരു ലോക്കിംഗ് സിസ്റ്റം ഉണ്ട്. ഈ ഒരു ലോക്കിംഗ് സിസ്റ്റം ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഇഞ്ചസ് വെച്ചിട്ടെന്ന് പറഞ്ഞാൽ ഈ ഡോർ ഇഞ്ഞ് വന്ന് ഇവിടെ വരും. ഒരു 180 ഡിഗ്രിയിൽ ഈ ഡോറ് ഓപ്പണായി വരും. അതുകൊണ്ടാണ് അവിടെ ആ ഒരു ലോക്കിംഗ് സിസ്റ്റം കൊടുത്തിട്ടുള്ളത്. ഈ ഇങ്ങനത്തുള്ള ഇഞ്ചസ് ആയതുകൊണ്ടാണ് ആ ഒരു പ്രത്യേകത ഇതിനകത്ത് കൊടുക്കുന്നത്. പിന്നെ ബാക്കിലായിട്ട് നമുക്ക് HD 1.3 എന്നുള്ള ബാഡ്ജിങ് കാണാൻ കഴിയുന്നുണ്ട്. HD സീരീസിലുള്ള വാഹനമായതുകൊണ്ട് HD 1.3 എന്നുള്ള ബാഡ്ജിങ് അവിടെ കാണിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് കുറേ പ്രത്യേകത ഉണ്ടെന്ന് പറയുന്നത്. സിറ്റിയിലും 1.3 ഉണ്ട്. ഇത് മാക്സ് HD 1.3. അപ്പം HD ആയിട്ടുള്ള വ്യത്യാസം വരുമ്പോൾ ഫ്രണ്ട് നിങ്ങൾ കണ്ട് വലിയ ടയർ ഒരു വ്യത്യാസം നിങ്ങൾ കണ്ടു കാണുമല്ലോ. പിന്നെ ഇത് LX വേരിയൻ്റ് ആയതുകൊണ്ട് ഡോറിൻ്റെ സൈഡിൽ ഗ്രാഫിക്സ് കാര്യങ്ങളൊന്നും കാണുന്നില്ല. പിന്നെ നമുക്ക് ബാക്കിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് വലിയൊരു കാർഗോ ഡെക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് HD സീരീസ് വരുന്ന രീതിയിലുള്ള വലിയ കാർഗോ ഡെക്കാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 9 അടി നീളം വരും, 5.5 അടി വീതി വരും, 1 അടി പൊക്കം വരും. അതാണ് ഈ ഒരു കാർഗോ ഡെക്കിൻ്റെ അളവുകളും കാര്യങ്ങളും വരുന്നത്. അതുപോലെ തന്നെ ബാക്കിലായിട്ട് നമുക്ക് 8 പ്ലേറ്റുകളാണ് ഈ ഒരു വാഹനത്തിനകത്ത് ഇൻബിൽട്ടായിട്ട് കമ്പനി നൽകിയിട്ടുള്ളത്. അതുപോലെ ഫ്രണ്ടിലെന്ന് പറയുമ്പോൾ 7 പ്ലേറ്റുകളാണ് നൽകിയിട്ടുള്ളത്. നമുക്കിനി ഇതിൻ്റെ ബാക്കിലോട്ടൊന്ന് പോകാം. ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ബാക്കിൽ 2 ടെയിൽ ലാമ്പുകൾ കാണാൻ കഴിയുന്നുണ്ട്. ഹാലജൻ ടെയിൽ ലാമ്പുകളാണ് 2 നൽകിയിട്ടുള്ളത്. LED ടെയിൽ ലാമ്പൊന്നുമില്ല, കാരണം LX വേരിയൻ്റാണ്. LX വേരിയൻ്റിനകത്ത് ഈ രീതിയിലുള്ള ടെയിൽ ലാമ്പാണ് വരുന്നത്. എല്ലാം മഹേന്ദ്ര എന്നുള്ള വലിയൊരു ബാഡ്ജിങ് ബാക്കിൽ കാണാൻ കഴിയുന്നുണ്ട്. തൊട്ട് താഴെയായിട്ടാണ് നമുക്ക് സ്പെയർ വീൽ വന്നിട്ടുള്ളത്. സ്പെയർ വീലിൻ്റെ അറേഞ്ച്മെൻറ്റ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കാണാം. ഇതെല്ലാം കോമൺ ആയിട്ട് എല്ലാ വാഹനങ്ങളും വരുന്ന ഇതേ രീതിയിൽ തന്നെയാണ്. ഞാനിത് തുറക്കുന്നില്ല. ഇത് മുകളിൽ കൂടെ ഇതിൻ്റെ അകമൊക്കെ ഒന്ന് കാണിച്ചു തരാം.
ഞാൻ നേരത്തെ പറഞ്ഞതാണ് 9 അടി നീളം 5.5 അടി വീതി 2.1 അടി പൊക്കം. അതുകൊണ്ട് തന്നെ ഏകദേശം 90 മേളിൽ ക്യൂബിക് അടി കപ്പാസിറ്റി നിന്ന് വരുന്നുണ്ട്. അതുകൊണ്ട് ആവശ്യം പോലുള്ള ലോഡ് അതിനകത്ത് കയറ്റാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് നമ്മുടെ ഫ്യൂൽ ടാങ്കിൻ്റെ ഓപ്പണിംഗ് വരുന്നത്. 60 ലിറ്ററാണ് ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. ടാങ്ക് ഇതായി ഇവിടെ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതിനകത്ത് ആർട്ട് ബ്ലൂവോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. BS 6.2 ആണെങ്കിൽ പോലും ഈ ഒരു വാഹനത്തിനകത്ത് ആർട്ട് ബ്ലൂ അങ്ങനെ കാര്യങ്ങളൊന്നും വേണ്ട. റിംഗ് ലോക്ക് സ്ട്രാപ്പും അത് ഒക്കെ സിസ്റ്റമാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ആർട്ട് ബ്ലൂവിൻ്റെ കാര്യങ്ങളൊന്നുമില്ല. തൊട്ട് ഇവിടെയായിട്ട് വീണ്ടും മാക്സ് HD എന്നുള്ള വലിയൊരു ബാഡ്ജിങ് കാണാൻ കഴിയും. നമുക്ക് ഈ ഡോറൊന്ന് തുറന്നിട്ട് അകത്തുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. അകം നമ്മളെല്ലാ വണ്ടികളിലും കാണുന്ന പോലെ തന്നെയുള്ള അകം തന്നെയാണ്. വ്യത്യാസങ്ങൾ കാര്യങ്ങളും അത് സിറ്റിയിലും HD എല്ലാം ഒരേ രീതിയിലാണ്. ചെറിയ വലിപ്പത്തിൻ്റെ വ്യത്യാസങ്ങളൊക്കെ തോന്നും. പിന്നെയുള്ള HD സീരീസിലെ LXൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഹെഡ് റെസ്റ്റ് കോ ഡ്രൈവർക്കും അതുപോലെ ഡ്രൈവർക്ക് ഹെഡ് റെസ്റ്റ് നൽകിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു സീറ്റ് റിക്ലൈൻ ചെയ്യാൻ പറ്റും. കണ്ടില്ല, സീറ്റ് റിക്ലൈൻ ചെയ്യാം. പിന്നെ സ്ലൈഡ് ചെയ്യാൻ പറ്റും. ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. LXനകത്ത് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഒഴിച്ച് ബാക്കി റിക്ലൈനിങ്ങും സ്ലൈഡിങ്ങും അവൈലബിൾ ആണ്. പിന്നീട് നമുക്ക് ഇതിനകത്തോട്ട് കയറി ഇരുന്നിട്ട് ഇതിനകത്തുള്ള കാര്യങ്ങളെല്ലാം കാണിച്ചിടാം. ഡ്രൈവറിൻ്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിലായിട്ടൊരു പോക്കറ്റ് കാണാൻ കഴിയും. ഫോണൊക്കെ വെക്കാൻ പറ്റുന്നുണ്ട്. മൊബൈൽ പോക്കറ്റ് കാണാൻ കഴിയും. നമുക്കിവിടെ വേണമെന്നുണ്ടെങ്കിൽ ടച്ച് സ്ക്രീൻ ആഡ് ചെയ്യാം. കമ്പനി ടച്ച് സ്ക്രീൻ ഇൻബിൾട്ടായിട്ട് കൊടുക്കുന്നില്ല, ആക്സറീസ് ആയിട്ട് അവൈലബിൾ ആണ്, വാങ്ങിക്കാൻ കഴിയും. തൊട്ട് ഇവിടെ ആയിട്ട് ഹസാർഡിൻ്റെ സ്വിച്ച് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലൊക്കെ സ്വിച്ചസൊക്കെ ആഡ് ചെയ്യാം. അതിനുള്ള ചെറിയ സ്ലോട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. കീറിയൊക്കെ എടുക്കേണ്ടി വരും. ഇവിടെ ആയിട്ടൊരു ചെറിയൊരു പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ചില്ലറ പൈസയൊക്കെ അവിടെയൊക്കെ വേണമെങ്കിൽ ഇടാം. ഇവിടെ നമുക്ക് 12 വോൾട്ടിൻ്റെ അഡാപ്റ്റർ നൽകിയിട്ടുണ്ട്, ഫോൺ റീചാർജ് ചെയ്യാനൊക്കെ ആയിട്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു പോക്കറ്റ് നൽകിയിട്ടുണ്ട്, സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. ഇവിടെ ഒരു ലോക്കബിൾ ആയിട്ടുള്ള ഗ്ലോ ബോക്സ് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു വാഹനത്തിന് കുറേ പോക്കറ്റ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. പിന്നെ ഇവിടെ താഴെയായിട്ട് നമുക്ക് ഒരു ബോക്സ് നൽകിയിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും ടൂൾസോ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ട് അത് ലോക്ക് ചെയ്ത് വെക്കാൻ കഴിയും. സെപ്പറേറ്റ് ലോക്ക് നമ്മൾ വാങ്ങിക്കണം. ബാക്കിലായിട്ട് ഒരു സ്ലൈഡിങ് വിൻഡോ ആണ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എയർ അകത്ത് കയറും. ഇപ്പോൾ വിശാലമായിട്ടുള്ള വിൻഡ് സ്ക്രീൻ കാര്യങ്ങളെല്ലാം ഉണ്ട്. IRVM ഇവിടെ ആയിട്ട് നൽകിയിട്ടുണ്ട്. ഓടുന്ന സമയത്ത് കുലുക്കം കാണും. അതുകൊണ്ട് തന്നെ വലിയ വിസിബിലിറ്റി കാര്യങ്ങളൊന്നും അതിനകത്ത് കിട്ടത്തില്ല. നമ്മുടെ മീറ്ററിലേക്ക് വരുമ്പോൾ ഫുള്ള് ഡിജിറ്റലായിട്ടുള്ളൊരു മീറ്റർ തന്നെയാണ് നൽകിയിട്ടുള്ളത്. അത്യാവശ്യം കളർഫുള്ളാണ്. ഓറഞ്ചും റെഡിൻ്റെയൊക്കെ ഒരു മയമാണ് ഫുള്ള്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം കളർഫുള്ളായിട്ടുള്ളൊരു മീറ്റർ തന്നെയാണ്. ഇപ്പോൾ അതുപോലെ ഈ ഡോർ ഓപ്പൺ ആകുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഇൻഡിക്കേഷൻ കാണിക്കും, അതിനകത്ത് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹെഡ്ലൈറ്റ് അഡ്ജസ്റ്റർ താണ്ടി ഇവിടെ ആയിട്ടാണ് നൽകിയിട്ടുള്ളത്. പിന്നെ ക്ലച്ച്, ബ്രേക്ക്, ആക്സിലേറ്റർ അതെല്ലാം എല്ലാവർക്കും അറിയാവുന്ന എടുത്ത് പറയേണ്ടതില്ല. ഇവിടെ ആയിട്ട് നമുക്ക് ഫ്രണ്ട് ബോണറ്റ് ഓപ്പൺ ചെയ്യാനുള്ള ലോക്ക് നൽകിയിട്ടുണ്ട്. പിന്നെ നോർമലായിട്ട് വരുന്ന എല്ലാ വണ്ടികളിലും കണ്ടിട്ടുള്ള പോലെ തന്നെയുള്ള ഡോർ പാഡ് കാര്യങ്ങളൊക്കെയാണ്. വ്യത്യസ്തമൊന്നുമില്ല, എടുത്ത് പറയാനത്തക്ക ഒന്നുമില്ല. ഹാൻഡ് ബ്രേക്ക് ഡ്രൈവറിൻ്റെ കോ ഡ്രൈവറിൻ്റെ സെൻട്രലായിട്ടാണ് വരുന്നത്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഫയർ എക്സ്റ്റിംഗ്വിഷർ അല്ലെന്നുണ്ടെങ്കിൽ ഒരു വെള്ളത്തിൻ്റെ എന്തെങ്കിലും ക്യാനോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ തൂക്കിയിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. വേണ്ട, ഇതിനടിയിലായിട്ടാണ് നമ്മുടെ ജാക്കി വരുന്നത്. ജാക്കി അവിടെ ലോക്ക് ചെയ്താണ് വെച്ചിട്ടുള്ളത്. അതും അത്യാവശ്യം ഒരു സ്പേസിലേക്ക് മാറ്റി വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ സുഖകരമായിട്ട് അത് അവിടെ ഇരിക്കുന്നുണ്ട്. നമുക്ക് ഈ ഡോർ നടച്ചിട്ട് ഇതിൻ്റെ എഞ്ചിനും കാര്യങ്ങളൊക്കെ കാണാം. അതിന് മുമ്പായിട്ട് ഈ ഒരു വാഹനത്തിൻ്റെ ഡയമെൻഷൻസ് നമ്മൾ പറയാൻ വിട്ടുപോയായിരുന്നു. ഈ ഒരു വാഹനം വലിയ വാഹനമാണ്. ഒരു വാഹനത്തിൻ്റെ ഡയമെൻഷൻ വരുന്നത് 5060 mm ആണ് മൊത്തം നീളം വരുന്നത്. അതുപോലെ തന്നെ മൊത്തം വീതി വരുന്ന 1800 mm ആണ്. മൊത്തം ഹൈറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ 1895 mm ആണ്. അതുപോലെ വീൽ ബേസ് വരുന്ന 3290 mm ആണ്. ഈ ഒരു വീൽ ബേസ് എല്ലാ HD സീരീസ് വാഹനങ്ങളിലും സെയിം ആണ്. 3290 mm തന്നെയാണ് വീൽ ബേസ് വരുന്നത്. പിന്നീട് അതുപോലെ തന്നെ 1800 mm തന്നെയാണ് വീതിയും വരുന്നത്. പിന്നെ ഈ ഒരു വാഹനത്തിൻ്റെ പേലോഡ് കപ്പാസിറ്റി 1250 കിലോ ആണ് പേലോഡ് കപ്പാസിറ്റി വരുന്നത്. അതുപോലെ GVW 3000 താഴെയുള്ള 2950 കിലോയോളം GVW വരുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഇതിനകത്ത് GPS-ഉം അതുപോലെ തന്നെ 5 ഇയർ ടാക്സും കിട്ടുന്നത്. എന്നാൽ ഒരു സിറ്റി സീരീസ് വരുന്ന വാഹനത്തിൻ്റെ നിയമങ്ങളും HD സീരീസ് വരുന്ന വാഹനത്തിൻ്റെ കരുത്തുമാണ് ഈ ഒരു വണ്ടിക്കുള്ളത്. 2.5 ലിറ്റർ ടർബോ ചാർജ് ഡീസൽ എഞ്ചിൻ തന്നെയാണ് ഈ ഒരു വാഹനത്തിനകത്തും വരുന്നത്. പിന്നെ മാക്സിമം പവർ എന്ന് പറയുന്നത് 80 bhp പവറും മാക്സിമം ടോർക്ക് എന്ന് പറയുന്നത് 220 Nm ടോർക്കുമാണ്. സിറ്റി സീരീസ് അത് വരുമ്പോൾ 70 bhp പവറും 200 Nm ടോർക്കുമാണ് വരുന്നത്. ഇത് 20 Nm ടോർക്ക് കൂടുതലാണ്. അതുപോലെ തന്നെ 10 bhp പവറും കൂടുതലാണ്. ഈ ഒരു 1.3-കകത്ത് 10 bhp പവറും അതുപോലെ 220 Nm ടോർക്കും കൂടുതലാണ്. എഞ്ചിൻ എല്ലാം സെയിം തന്നെയാണ്. പവറും ടോർക്കിനകത്തുള്ള വ്യത്യാസമേ വരത്തുള്ളൂ. സിറ്റി സീരീസും അതുപോലെ തന്നെ HD സീരീസിലോട്ടും വരുമ്പോഴത്തേക്കും. ഇതാണ് ഞാൻ പറഞ്ഞ ഒരു വാഹനം. നിങ്ങൾക്ക് വാഹനത്തിൻ്റെ ഏകദേശം ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഞാനൊന്ന് ഓടിച്ച് പറഞ്ഞതാണ്. ഇപ്പോൾ എല്ലാം മനസ്സിലായി കാണും. കാരണം വെച്ചാൽ ഇതൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു വാഹനമാണ്. ഇപ്പം വെയിറ്റ് കൂടുതൽ കയറ്റാനുള്ള ആൾക്കാർ അവർക്ക് 5 വർഷത്തെ ടാക്സും GPS-ഉം വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനം ചൂസ് ചെയ്യാം. നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. കാരണം ഇതിനകത്ത് 8 പ്ലേറ്റ് ഇൻബിൾട്ടായിട്ട് വരുന്നുണ്ട്. എന്തായാലും ആളുകൾ കൊണ്ടുവന്നിട്ട് ഇതിൽ കൂടുതൽ പ്ലേറ്റ് ആഡ് ചെയ്യും. 1-2 പ്ലേറ്റ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യും. അപ്പോൾ പിന്നെ നമുക്ക് എങ്ങനെ പോയാലും 1.7 ഉപയോഗം ഈ ഒരു വാഹനത്തിന് നടത്താൻ കഴിയും. അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു വാഹനം വളരെ ഉപകാരപ്പെട്ടതാണ്. എങ്കിൽ കമ്പനി പ്ലേറ്റ് ആഡ് ചെയ്യുന്നത് ഒരു കാരണവശാലും പ്രൊമോട്ട് ചെയ്യുന്നില്ല. എന്നാൽ റോഡിൽ ഓടുന്നതിനകത്ത് 99% വാഹനങ്ങളും ഈ പറഞ്ഞ രീതിയിൽ തന്നെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. മീൻസ്
പ്ലേറ്റ് ആഡ് ചെയ്തിട്ടൊക്കെ തന്നെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഒരു വാഹനത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോക്കകത്ത് ഞാൻ പറഞ്ഞത്. വളരെ ചുരുക്കി പറയാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത്. വാഹനം ഓടിച്ചൊന്നും നോക്കുന്നില്ല, നിർത്തിയിട്ടിട്ട് അതിൻ്റെ അത്യാവശ്യം ഫീച്ചർ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിനകത്ത് ഐമാക്സ് ടെക്നോളജി ഇല്ല, LX വേരിയൻറ്റ് വാഹനമായതുകൊണ്ട് തന്നെ ഐമാക്സ് ഇല്ല. അപ്പോൾ ഞാൻ എടുത്ത് പറയാം എന്തൊക്കെയാണ് ഇതിനകത്ത് ഇല്ലാത്തതെന്ന്. LX ആയതുകൊണ്ട് ഇതിനകത്ത് ഐമാക്സ് ടെക്നോളജി ഇല്ല, ഡോറിന് സൈഡിലെ ഗ്രാഫിക്സ് ഇല്ല, കോർണറിംഗ് ലാമ്പില്ല, ടെയിൽ ലാമ്പ് LED അല്ല, പിന്നെ ഹൈറ്റ് അഡ്ജസ്റ്റബിൾ സീറ്റ്സ് ഇല്ല. ഹെഡ് റെസ്റ്റും അതുപോലെ തന്നെ സീറ്റ് നമുക്ക് റിക്ലൈൻ ചെയ്യാനും കഴിയും. അത് HD സീരീസിലെ ഒരു ഗുണവുമാണ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു വാഹനത്തിൻ്റെ വിശേഷങ്ങളും പ്രത്യേകതകളും. നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കണ്ടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എടുത്തെടുത്ത് പിന്നെയും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക. ഈ വാഹനത്തിൻ്റെ പ്രൈസ്, അതുപോലെ തന്നെ ഓൺ റോഡ് പ്രൈസ്, അവൈലബിലിറ്റി, ഡെലിവറി കാര്യങ്ങളെക്കുറിച്ച് അറിയുന്നുണ്ട് എക്സിക്യൂട്ടീവ് നമ്പറിൽ വിളിക്കുക. പുള്ളി അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം തരുന്നതായിരിക്കും. അപ്പം ഈ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊരു 100K എങ്ങനെയെങ്കിലും ഒന്ന് എത്തിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ സബ്സ്ക്രൈബ് ചെയ്യാൻ പിന്നെയും പറയുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക. വീണ്ടും എടുത്ത് പറഞ്ഞ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നമ്മുടെ ഈ ഒരു വീഡിയോസ് കാര്യങ്ങളും ചാനലിൽ എത്തിക്കുക. എന്നിട്ട് അവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ.